ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ ശാപമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഗുണ്ടായുസത്തിലൂടെ പാർട്ടി വളർത്താനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി എല്ലായിടത്തും നടത്തി. ഇത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകിയത്. ടി പി ചന്ദ്രശേഖരനും ഷുക്കൂറും അതുപോലെയുള്ള മൻസൂറും നിരവധി ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പല കേസുകളും ഇപ്പോൾ കോടതികൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പീലിൽ പോലും പ്രതികളെ ഗുരുതരമായി ശിക്ഷിക്കണം, കഠിനമായ ശിക്ഷ വിധിച്ചുകൊണ്ടാണ് കോടതി വിധികൾ വരെ വരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നു വരികയാണ്. പുതിയ തലമുറയെ ഭീഷണിപ്പെടുത്തി അക്രമം കാണിച്ച് ആയുധ ശക്തി കൊണ്ടൊക്കെ കൂടെ നിർത്താൻ കഴിയുമെന്നുള്ളൊരു മിഥ്യാധാരണ ഇവർക്ക് എങ്ങനെ വന്നു പറ്റൂ എന്ന് അറിഞ്ഞുകൂടാ. അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ആ ഹുങ്ക് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ കണ്ടല്ലോ പൂക്കാട് വയനാട്ടിലെ വെറ്റിനറി സർവകലാശാലയിൽ 3 ദിവസം ക്രൂരമായി മർദ്ദിച്ച് പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ കൊന്നത് ഒരു കുട്ടിയെ. ഇത് കേരളമല്ലേ? കേരളത്തിൽ ഇത്തരമൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു പുതിയ പ്രവണത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കുകയാണ്. അവരുടെ ഭരണം, തുടർഭരണം കിട്ടിയത് മുതൽ കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിത രംഗത്ത് അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ശാരീരികവും മാനസികവുമായ പീഡനം കലാലയങ്ങളിൽ പുതിയ തലമുറക്ക് നൽകുകയാണ്. വളർന്നു വരുന്ന പുതിയ തലമുറ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ രാജ്യത്തിൻ്റെ അവസ്ഥ? കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പട്ടാമ്പി കോളേജിൽ എന്താ സംഭവിക്കുന്നത്? ഭയപ്പെട്ടിട്ട് കുട്ടികൾ കോളേജിലേക്ക് വരാത്തൊരവസ്ഥ. മാസങ്ങളായി പ്രിൻസിപ്പൽക്ക്, ഭരണാധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ലാത്ത അവസ്ഥ. പോലീസിൽ പരാതി കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. നിരന്തരമായി SFIയിൽ നിന്ന് കുട്ടികൾ പിരിഞ്ഞു പോവുകയാണ്. കേരളത്തിൽ ഇത്തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പുകളും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളും വന്നപ്പോൾ SFIക്ക് ദയനീയ പരാജയമാണ്. എല്ലായിടത്തും SFI പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരാജയത്തിൻ്റെ ഈർഷ്യ കുട്ടികളെ സായുധമായി ആക്രമിക്കുന്നിടത്ത് എത്തുകയാണ്. ഇത് എന്തൊരു വിരോധാഭാസമാണ്. ഇപ്പോൾ പട്ടാമ്പി കോളേജിൽ പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന അധികാരം ഇത്തവണ നഷ്ടപ്പെട്ടു. പുതിയ കുട്ടികളെ, പുതിയ SFIയെ വേണ്ട എന്ന് വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാലോളം പ്രവർത്തകർ ചെയ്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സംഘടനയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അല്ല, ഈ 4ഓളം പേര് അവരുതാണെന്ന് സമ്മതിച്ചല്ലോ. അതുതന്നെ ഞങ്ങൾ പറയുന്നത്. 4ഓളം പേരെ ഇതിന് ട്രെയിൻ ചെയ്ത് കച്ചകെട്ടി ഇറക്കുകയാണ് മറ്റവർ. 4ഓളം പേര് ഇപ്പോൾ വെറ്റിനറി സർവകലാശാലയിൽ യൂണിറ്റ് സെക്രട്ടറിയാണ് പ്രതി. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും SFIയുടെ ഭാരവാഹികളുമാണ് പ്രതികൾ. അതുമാത്രമല്ല, അവിടുത്തെ വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായത് 3 ദിവസം ഈ കുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചിട്ട് അവിടുത്തെ അധ്യാപകരോ അനധ്യാപകരോ ബന്ധപ്പെട്ട ആളുകളോ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അവർക്കറിയാമായിരുന്നു ഇക്കാര്യം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് അങ്ങനെയല്ലേ പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതെ, മരിച്ചതിന് ശേഷം അയാൾ SFI ആയി. മരിച്ചതിന് ശേഷം അയാൾക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്നോ എന്തോ പറഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് കേസും കൊടുത്തിട്ടുണ്ട്. മരിച്ചതിന് ശേഷമാണോ അപമാനിച്ചത്, അതിന് മുമ്പാണോ എന്ന് അതിൽ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ SFIക്കാരനാകുന്നത് മരിച്ചതിന് ശേഷമാണ്. ഇത്തരത്തിൽ കുട്ടികളെ ഇപ്പോൾ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ കുട്ടികളെ ക്രിമിനലാക്കി വളർത്തിക്കഴിഞ്ഞാൽ ഭാവിയിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു നേട്ടമാകുമെന്ന് ഇവർ കരുതുന്നതോ അറിഞ്ഞൂടാ. പക്ഷെ കേരളത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ഈ ഒരു സ്ഥിതിയിൽ? ഇതിനെതിരെ ഉത്ബുദ്ധമായ ജനസമൂഹം ഒറ്റക്കെട്ടായി കേരള ജനത നിൽക്കുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ പ്രതിഫലനം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളെതിരാണ്. അതിൻ്റെ ഫലം നമ്മൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയൊക്കെ നേരത്തെ കണ്ടതാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇത് നന്നായി പ്രതിഫലിക്കും എന്നത് ഉറപ്പാണ്.